ഒരു ശിക്ഷ വിധിക്കുന്ന സമയത്ത് ആ പ്രതി അയാൾക്ക് സാമ്പത്തികമുള്ളവനാണോ പാവപ്പെട്ടവനാണോ അല്ലെങ്കിൽ അവന് സ്വാധീനമുണ്ടോ എന്ന് കണക്കാക്കിയല്ല കോടതി ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുന്ന രീതിയിലാണ് ശരിക്കും കോടതികൾ ശിക്ഷ വിധിക്കുന്നത്. ഈ ശിക്ഷ എൻഫോഴ്സ് ചെയ്യേണ്ട ബാധ്യത ജയിൽ അധികൃതർക്കും പോലീസിനുമാണുള്ളത്. ഈ രണ്ട് പേരുമാണ് ഇന്ന് ഈ കേരളത്തിലെ ജയിലുകളിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും കാരണം. അഴിമതി ഒന്ന്, സ്വാധീനം. ഈ പറഞ്ഞതുപോലെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ, സാറ് ഒരു കാലത്ത് ജയിൽ സൂപ്രണ്ടായിരുന്നു. സാറ് ജയിൽ സൂപ്രണ്ടായിരുന്ന സമയത്ത് കഞ്ചാവ് ഉണ്ടായിരുന്നു, പിന്നെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സാറിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ സാറിന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത സാഹചര്യം. അത്രത്തോളം ഉയർന്ന രീതിയിലാണ് അത്തരം തടവുകാർ ഇന്ന് ജയിലുകളിൽ സുഖവാസം അനുഭവിക്കുന്നത്. മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുക, ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ കറപ്റ്റഡ് ആയിട്ടുള്ള ജയിൽ ഉദ്യോഗസ്ഥന്മാരെ പരമാവധി സുപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയമിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ജയിലുകളിൽ നടക്കുന്ന ഇതിന് ഒരു പരിധിവരെ തടയിടാൻ കഴിയുമെന്നാണ് ഞാൻ ഇത്രയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കൊലയാളിയാണ് താൻ നിൽക്കുന്ന നിസാം. ഈ നിസാമിനെ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ലക്ഷറി ബസ്സിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇവിടുത്തെ സൂപ്രണ്ട് അറിഞ്ഞിട്ടില്ല, ജയിലധികാരി അറിഞ്ഞിട്ടില്ല, ഭരണം അറിഞ്ഞിട്ടില്ല. ഈ നിസാം ലക്ഷറി ബസ് ബാംഗ്ലൂരിൽ പോയിട്ട് വീട്ടുടമസ്ഥരെയും വിളിക്കുന്നു. ആ വിളിച്ച നിസാമിനെ കൊണ്ടുപോയി ഇത്രയും ചെയ്ത നിസാമിൻ്റെ കൂടെ കൊണ്ടുപോയ പാവപ്പെട്ട 2 പോലീസ് ജയിൽ വാർഡർമാർ ആ ജയിൽ വാർഡ് സസ്പെൻഷനായി. പോലീസ് ഉദ്യോഗസ്ഥർക്കോ ജയിൽ സൂപ്രണ്ടിനോ ആ ജയിൽ അധികാരികൾക്കോ ഒരു പങ്കുമില്ലാത്ത അവസ്ഥയാണ് ഈ ദിവസം വരെ കാണുന്നത്. ഗോവിന്ദസ്വാമി ഇറങ്ങി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഏതാ ഈ ചെറുപ്പക്കാരന്, കൊന്നു കഴിഞ്ഞിട്ട് വന്നപ്പോഴുള്ള ആളല്ല, നല്ലൊരു ചെറുപ്പക്കാരൻ കൊഴുത്തുരുണ്ടിറങ്ങി വരുന്നു. അതിശയിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ജയിലിലാണോ കിടന്നതോ വേറെ വല്ല വീടുകളിലോ ഹോട്ടലിലാണോ താമസിച്ചതെന്നുള്ള അതിശയം വന്നുള്ള അത്രയ്ക്ക് സുമുഖനായ ഒരു കൂസലും ഇല്ലാതെ. അതെന്താ ഇങ്ങനെ കൂസലില്ലാതെ ഇവരൊക്കെ ജയിലിൽ കിടന്നിട്ട് ഇങ്ങനെ വരുന്നത്? അതറിയാൻ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചെന്നുള്ളത്. അതുപോലെ സുഖകരമായ ജീവിതമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല. എന്നാലും അത് കുറേ അന്ധക്കരണമായി പോകും. ഒരു കൊല ചെയ്തിട്ട് ഈ ട്രെയിനിൽ സഞ്ചരിച്ചായ പാവപ്പെട്ട ഞങ്ങൾക്കാർക്കും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. VIP ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ടായിരിക്കും. ജയിൽവാസം സുഖവാസം എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ശരിയാണ്, സുഖവാസമാണ്. അതുകൊണ്ടാണ് അവർ വന്നവർ പിന്നെയും ഒരാഴ്ച ആവണ മുമ്പേ തിരിച്ചു പോണത്. അവിടുത്തെ ജീവിതം അതാണ്. അതുകൊണ്ടാണ് സുഖവാസം എന്ന് പറയുന്നത്. അതിന് യാതൊരു തെറ്റുമില്ല. യഥാർത്ഥത്തിൽ ആരും, ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജയിലിൽ കിടക്കാൻ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ കുടുങ്ങിപ്പോയതാണ്, വേറെ രക്ഷയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പലരും ജയിലിനകത്ത് നിന്ന് അങ്ങനെയാണ്. ഒരിക്കലും നിങ്ങൾ വീടിനെക്കുറിച്ച് ചിന്തിക്കുമ്പം, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആരും തന്നെ അതിലേക്ക് പോയി ഇഷ്ടപ്പെടില്ല, ആരും ഇഷ്ടപ്പെടില്ല. പക്ഷെ അതുകൊണ്ട് ജയിലിനകത്ത് കിടക്കുന്ന തടവുകാരെല്ലാം ക്രിമിനൽസാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചു. അല്ല, ജയിലിൽ തടവുകാർക്കും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ കാര്യങ്ങൾ കാണണം. ഇതിൽ വളരെ ക്ലിയറായി ഞാനൊരു കാര്യം പറയാം, ഒരു തരത്തിലും ഒരാൾക്കും പ്രത്യേക പരിഗണന കൊടുക്കാൻ പാടില്ല എന്ന ശക്തമായ പക്ഷമുള്ളവരാണ് ഞങ്ങൾ. ഇത് എല്ലാവരും പറഞ്ഞതുപോലെ എവിടേക്കോ എന്തൊക്കെയോ കേട്ടുകൊണ്ട് അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അനുഭവിച്ച ഒരാളാണ്. എനിക്ക് കിട്ടിയ ഒരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ്. അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെയുള്ള ആനുകൂല്യങ്ങൾ. പിന്നെ ഈ നടക്കുന്ന തിണ്ണമെടുക്കുകൾ, അത് ഈ പറഞ്ഞ പോലെ ആനുകൂല്യമല്ല, അത് തിണ്ണമെടുക്കാണ്. കുറേ കാലം അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന തിണ്ണമെടുക്കാണ്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിലപാടുകൾ വരുന്നു, അതിനെതിരെ നടപടികൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അത് സ്വാഗതാർഹമാണ്. അതിനെതിരെ സംസാരിക്കുക, എപ്പോഴും ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും വിമർശനാത്മകമായി മാത്രം ഇരിക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതിനുവേണ്ടി നമ്മളെ തന്നെ തള്ളി പറയാണ്. കേരളത്തിലായതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നത് പലരും പറയേണ്ടായി. കേരളത്തിലായതുകൊണ്ടാണ് നിസാം എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ പോയെന്നുള്ളവരും പറയാനും ഇവിടെ തയ്യാറാവുന്നില്ല. കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഈ വ്യക്തി ഒരിക്കലും ജയിലിലാവില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാം വിമർശനാത്മകമായി കണ്ടുകൊണ്ട് ഒരു ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു ഇരുത്തം വന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമുക്കെതിരെ തന്നെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ജയിലുകളിൽ 2 നീതിയുണ്ട് എന്നുള്ള സങ്കല്പത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്നാൽ ജയിലുകളിലെ ഒരു ഏകീകരണ നിയമ സ്വഭാവം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്നതും സാധാരണക്കാരായ തടവുകാരെ പാർപ്പിക്കുന്നതും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വന്നു. എന്തായാലും അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.